ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 37ലേക്ക് സ്വാഗതം. ഇയാൾ നയന കൊച്ചിൻ്റെ ഫ്രണ്ടായിരുന്നല്ലേ? അറിഞ്ഞില്ല. ചോദിക്കുമ്പോൾ തോമസിൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഫ്രണ്ടല്ലേ ഇളയപ്പ, ഭർത്താവാ? കർത്താവെ, ഇവിടെ നിന്ന് ആ ശബ്ദം! എല്ലാവരും ആ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിഞ്ഞു നോക്കി. കുഞ്ഞുമോൾ മുറിയുടെ അരികിലെ ജനാലയിൽ ചാരി നിൽക്കുന്നുണ്ട്. പുറത്തു നിന്നടിക്കുന്ന വെയിലിൽ അവളുടെ കണ്ണീരിന് തിളക്കം കൂടി. അർജുൻ ആ നിൽപ്പ് തന്നെ തുടർന്നു. അതാണ് സേഫ്. എന്തൊക്കെയാണ് പെണ്ണെ നീ വിളിച്ചു പോകുന്നത്? ട്രേസിയ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നിറങ്ങാൻ ശ്രമിച്ചു. അയ്യോ ചേട്ടത്തി, കാല്! ലിസി അവരെ ഇറങ്ങാൻ സമ്മതിക്കാതെ പിടിച്ചു. ഒരു നിമിഷം അവരാ കാലുകളുടെ അവസ്ഥ മറന്നും പോയിരിക്കുന്നു. നയനയുടെ ദേഹം കിലുകില വിറച്ചു. പുതപ്പിനടിയിലൂടെ നുഴഞ്ഞു കയറുന്ന ആശുപത്രിയിലെ ശീതീകരിച്ച കാറ്റായിരുന്നില്ല അതിന് കാരണം, മറിച്ച് ഉള്ളിൽ ആളിക്കത്തുന്ന ഭയമായിരുന്നു. നെഞ്ചിൽ ഹൃദയത്താളം മാറി പെരുമ്പറ കൊട്ടുന്നത് പോലെ ആയിട്ടുണ്ട്. ഓരോ മിടിപ്പും തൊണ്ടക്കുഴിയിൽ വന്ന് മുട്ടുന്നത് പോലെ. തോളിലെ പൊള്ളലേറ്റ ഭാഗം നീറുന്നുണ്ടായിരുന്നു. തൊലി വെന്തുപോയ ആ മുറിവിനേക്കാൾ ആഴത്തിൽ ഇപ്പോൾ മനസ്സ് നീറുകയാണ്. ബാൻഡേജിനടിയിലെ വേദനയേക്കാൾ ഭീകരമായിരുന്നു മുന്നിൽ നടക്കാൻ പോകുന്ന നിമിഷത്തെക്കുറിച്ചുള്ള ആദി. മരിക്കുകയാണെങ്കിൽ ഇപ്പം മരിക്കണം. നയന കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൾക്ക് ആരെയും കാണേണ്ട. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കാൻ സമയമായിരിക്കുന്നു. വെളുത്ത ബെഡ്ഷീറ്റിൽ അവൾ വിരലുകൾ അമർത്തിപ്പിടിച്ചു. ട്രേസിയയുടെ കണ്ണുകൾ നിറയെ ചോദ്യങ്ങളാണ്. ആരാണ് ഈ നിൽക്കുന്നതെന്ന അർത്ഥത്തിൽ അമ്മച്ചി ആ ചെറുപ്പക്കാരനെ നോക്കുന്നുണ്ട്. വരാൻ പോകുന്ന എന്തിനേയും നേരിടാൻ തയ്യാറെടുത്ത് ഒട്ടും കൂസലില്ലാതെ അവൻ ആ നിൽപ്പ് നിന്നു. ട്രേസിയ കുഞ്ഞുമോൾ പറഞ്ഞതിനെ എതിർത്തെങ്കിലും നയനയുടെ മുഖം വിളിച്ചോതുന്നുണ്ട് അവൻ അവൾക്ക് ആരാണെന്ന്. അമ്മയോളം മക്കളെ അറിയുന്നത് ആർക്കാണ്? തോമസ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഒഴിഞ്ഞ കെട്ടിടങ്ങളുടെ ഭാഗത്തുള്ള മതിലിൽ ചാരി നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം ഏറെ ആയിട്ടുണ്ട്. വായിൽ നിന്നും വല്ലതും ഉരുവിട്ടാലല്ലേ മനസ്സിലിരിപ്പ് പിടികിട്ടൂ. അർജുന നഖം കടിച്ചു നിൽക്കുന്നവനെ നോക്കി. അവന് ഇപ്പോഴും ഭയം തോന്നിയില്ല. അയാൾ ബഹളം വെച്ച് തല്ലുകയോ മറ്റോ ചെയ്താൽ അർജുൻ്റെ കൈ ചുമ്മാ ഇരിക്കുകയില്ല. അർജുൻ നയനയെ താലി കെട്ടി, അവൾ അവൻ്റെ ഭാര്യയാണ്, അതാണ് സത്യം. ഇനി കുടുംബക്കാരെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ പള്ളിയിൽ വെച്ച് മിന്നു കെട്ടണോ? കെട്ടാം. അർജുൻ നോക്കുമ്പോൾ തോമസിൻ്റെ ആലോചന ഇനിയും തീർന്നിട്ടില്ല. ഇനി അയാൾ ഒന്നും ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നുണ്ടെന്ന് തൻ്റെ തോന്നലാകുമോ? ഇത്രയൊക്കെ ചിന്തിക്കാൻ മാത്രം ആ തലയിൽ വല്ലതുമുണ്ടെന്ന് തോന്നുന്നുമില്ല. എളയപ്പാ! അർജുൻ ശബ്ദം ഒന്ന് നേരെയാക്കി വിളിച്ചു. കുഞ്ഞുമോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എനിക്ക് നീ എന്താ എന്നൊന്നും അറിയില്ല. നിന്റെ സ്വഭാവവും അറിയില്ല. ഏതോ വലിയ വീട്ടിലെ പയ്യനാണെന്ന് മാത്രം പിടികിട്ടി. പറ, ആ വീടിന് തീ പിടിക്കുന്ന കറക്റ്റ് സമയത്ത് അർജുൻ എങ്ങനെ അവിടെ എത്തി? ഞാൻ നയനയെ കാണാൻ വന്നതാ. അർജുൻ ഉടനെ മറുപടി കൊടുത്തു. ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. തോമസ് ഗൗരവത്തിലാണ്, ഭയങ്കര കാര്യബോധവും. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അർജുൻ കൈ കെട്ടി പിന്തിരിഞ്ഞു നിന്ന് ഹോസ്പിറ്റലിൻ്റെ ബിൽഡിംഗ് നോക്കി നിന്നു. ശരി, വിശ്വസിക്കാം. അപ്പോൾ അർജുൻ ഈ നാട്ടിലേക്ക് വന്നത് എന്തിനാ? ആരെ കാണാനായിരുന്നു? ചോദ്യങ്ങൾ തുടരെ തുടരെ വരാൻ തുടങ്ങി. എത്രയൊക്കെ ഉത്തരങ്ങൾ കൊടുത്താലും തീരാത്തത്ര ചോദ്യങ്ങൾ. പറ അർജുന, ആരെ കാണാനാ വന്നത്? ഇത്തവണ അർജുൻ ഒന്ന് പെട്ടിട്ടുണ്ട്. തോമസിനോട് പറഞ്ഞത് അത്രയും കള്ളമാണെന്ന് ഒറ്റയടിക്ക് എങ്ങനെ പറയും? പെണ്ണിൻ്റെ ഇളയപ്പക്ക് ആദ്യം കൊടുത്ത ഇംപ്രഷൻ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. കുഞ്ഞുമോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീയും നയനയും തമ്മിൽ? തോമസ് കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു. ഞാനും നയനയും തമ്മിൽ ഇനി ഇതിൽ കൂടുതൽ ഒന്നുമാകാനില്ല. നയന ബാംഗ്ലൂരിൽ എൻ്റെ ഫ്ലാറ്റിലാണ് താമസം. അവളെ എനിക്കിഷ്ടമായിരുന്നു, അവൾക്ക് എന്നെയും. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. ആ താലി ഇപ്പോഴും അവളുടെ കഴുത്തിൽ കാണാം. വിശ്വാസമില്ലെങ്കിൽ ചെന്ന് നോക്കാം. തോമസിൻ്റെ മുഖത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. അയാളുടെ കവിളുകൾ ക്രോധത്താൽ വിറച്ചു. എടാ, അവൾ ആരുമില്ലാത്ത അനാഥ കൊച്ചൊന്നുമല്ല. നിനക്ക് ഓടിക്കേറി വന്ന് അവളിൽ അധികാരം സ്ഥാപിക്കാൻ. നീ എന്ത് വിചാരിച്ചു ഞങ്ങളെക്കുറിച്ചു? അവൾക്ക് ചോദിക്കാൻ അവകാശപ്പെട്ടവരുണ്ട്. തോമസ് വന്നവൻ്റെ വയറിൽ പിടിച്ചു തള്ളി. അവനാ മതിലിൽ വന്ന് വീഴാതെ ബാലൻസ് ചെയ്തു.
അവളുടെ അപ്പച്ചനേക്കാൾ അവകാശപ്പെട്ട മറ്റാരെങ്കിലും നയനയുടെ ജീവിതത്തിലുണ്ടോ? തോളിൽ വീണ പൊടി തട്ടി മാറ്റിക്കൊണ്ട് അർജുൻ നേരെ നിന്നു. അർജുൻ പറഞ്ഞത് കേട്ട് തോമസിന്റെ മുഖം വലിഞ്ഞു മുറുകി. നയന നന്നായി ജീവിക്കണമെന്ന് തന്നെയാണ് തോമസിന്റെ ആഗ്രഹം. അത് താൻ മൂലമാകാൻ, അതിൻ്റെ ഗമയിൽ അഹങ്കരിക്കാൻ എത്ര നല്ല ആലോചനകളാണ് നയനയ്ക്ക് വേണ്ടി അയാൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ എല്ലാവരും കൂടെ തന്നെ വിഡ്ഢിയാക്കുകയായിരുന്നോ? അപ്പോൾ അച്ചായൻ കൂടി എല്ലാം അറിഞ്ഞിട്ടാണോ? ഇടേറിയ ശബ്ദത്തോടെയുള്ള തോമസിന്റെ ചോദ്യം. ഇന്നലെ ഉച്ചയ്ക്ക് 2:50 വരെ ഒന്നും അറിയില്ലായിരുന്നു. ഞാനും നയനയും ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അവളെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷമാണ് ഞാൻ ഇളയപ്പയെ കാണുന്നത്. അതൊരിക്കലും നയനയുടെ ഇളയപ്പയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. കഥ പറയുന്നവൻ്റെ മിഴികളിലേക്ക് തോമസ് ഉറ്റുനോക്കി. തുടക്കം തൊട്ട് ഒടുക്കം വരെ അവൻ പറഞ്ഞു. രാത്രി ഒളിച്ചു വന്നു ആ ചോലക്കരയിൽ നടന്ന സംഗമം ഒഴിച്ച്. അതെങ്ങനെ ഒരു ഇളയപ്പയോട് പറയും? ഇല്ലെങ്കിൽ തന്നെ കുഞ്ഞുമോളോട് പറയേണ്ടിയിരുന്നില്ല. സമയവും സന്ദർഭവും നോക്കി എല്ലാവരെയും അവതരിപ്പിക്കാമായിരുന്നു. ഇപ്പോൾ തന്നെ നയനയ്ക്ക് എന്നെ ഫ്രൈ ചെയ്ത് തിന്നാനുള്ളത്ര കലിപ്പിലാണ്. അർജുൻ്റെ പിന്നാമ്പുറ കഥകൾ കേട്ട് കണ്ണു തള്ളി നിൽക്കുന്നയാളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ തല ചിരിച്ചു. എന്നാലും ആ വീട് കത്തിക്കുന്നവന്മാരുടെ ഇടയിലേക്ക് അർജുൻ എങ്ങനെ വന്നു? തോമസ് നെറ്റി ചുളിച്ച് ചോദിച്ചു. ദേ ഇയാൾ പിന്നെയും. അർജുൻ പിന്തിരിഞ്ഞു നിന്ന് ചെവിയിൽ വിരലിട്ട് കറക്കി. അർജുൻ തോമസിൻ്റെ കൈ പിടിച്ച് മുമ്പോട്ട് നടന്നു. എനിക്ക് നയനയോടുള്ള പ്രണയം പരിശുദ്ധമാണ്. അവൾക്ക് നൊന്താൽ ഈ അർജുൻ അറിയും. അതേത് കാതമകലെയാണെങ്കിലും അവളുടെ വിളി അർജുൻ കേൾക്കും. തോമസിൻ്റെ ഇരുത്തോളിലും തൻ്റെ കൈ താങ്ങി അർജുൻ പറയുമ്പോൾ മിഴിച്ചു നിൽക്കാനേ അയാൾക്കായുള്ളൂ. ഒന്നും അങ്ങോട്ട് ചേരുന്നില്ല. എളയപ്പ, നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരല്പം തിരുത്തുണ്ടേ. മുന്നോട്ട് നടന്നവൻ തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ട് തോമസിനെ നോക്കി. നയനയുടെ കഴുത്തിലുണ്ടായിരുന്ന താലി ഇതാ എൻ്റെ കയ്യിലുണ്ട്. മുറിവ് ഡ്രസ് ചെയ്തപ്പോൾ നേഴ്സ് ഊരിത്തന്നതാണ്. ഇനി അത് അവളുടെ കഴുത്തിൽ തിരയേണ്ടതില്ല. ഇനി വേണം 4 ആളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവളുടെ കഴുത്തിൽ ചാർത്താൻ. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോകുന്നവനെ തോമസ് അന്തം വിട്ട് നോക്കി നിന്നു. അയാൾക്കൊരു പിടിയും തരാത്ത ആൺചെറുക്കൻ. കനത്ത ഹൃദയഭാരത്തോടെ നയന ആ ബെഡിൽ കിടന്നു. ഈ നിമിഷങ്ങൾ എങ്ങനെയെങ്കിലും തീർന്നു പോയിരുന്നെങ്കിൽ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നിറഞ്ഞ മിഴികൾ ഇരു കൺകോണിലൂടെയും ഒഴുകുന്നുണ്ട്. ഉള്ളിലൊരു കനല് ഇരമ്പുമ്പോൾ അവളുടെ അധരങ്ങൾ പിടച്ചു. എന്തോ നഷ്ടം, ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന ഭയം വെറുതെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അർജുനെ നഷ്ടപ്പെടുമോ? തൻ്റെ പ്രിയ കുടുംബത്തെ നഷ്ടപ്പെടുമോ? അപ്പുറത്ത് ലിസി ത്രേസ്യയ്ക്ക് കഞ്ഞി വിളമ്പി കൊടുക്കുന്നുണ്ട്. ത്രേസ്യയുടെ ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്ന് കുഞ്ഞുമോളും കഞ്ഞി കോരി കുടിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ നയനയെ നോക്കുന്നുണ്ട്. നയന എന്തോ ആലോചനയിൽ മുകളിൽ നോക്കി കിടക്കുകയാണ്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഒലിച്ചിറങ്ങുന്നത് അവൾ കണ്ടു. കുഞ്ഞുമോളുടെ മനസ്സിന് വേദന തോന്നി. കേട്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കും മുമ്പേ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയേണ്ടിയിരുന്നില്ല എന്ന് ആ കൊച്ചു മനസ്സിൽ തോന്നി. ചിലപ്പോൾ ആ ഏട്ടൻ കള്ളം പറഞ്ഞതാണെങ്കിലോ? തൻ്റെ പ്രവൃത്തി ചേച്ചിയെ വിശ്വാസമില്ലാത്തതുപോലെ ആയില്ലേ? ചേച്ചിക്ക് തന്നോട് വെറുപ്പായിരിക്കും. ലിസി നയനക്കുള്ള കഞ്ഞിയും പാത്രത്തിലെടുത്തു. നയന ഏൽക്കാത്ത കൈക്ക് ബാലൻസ് കൊടുത്തു. പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തോളിലെ ഇറച്ചി വെന്ത എരിച്ചിലിൽ അവളൊന്ന് പുളഞ്ഞു. ആ നോവിനേക്കാൾ ഇരട്ടി പുകച്ചിലാണ് മനസ്സിനിപ്പോൾ. കഞ്ഞിയെടുത്ത് തിരിഞ്ഞ് ലിസി കാണുന്നത് പാടുപെട്ട് എഴുന്നേൽക്കുന്ന നയനയുടെ മുഖമായിരുന്നു. വേദന തിന്ന് അവൾ വീണ്ടും എഴുന്നേറ്റിരുന്നതും കൈ തെന്നി അവൾ ബെഡിൽ നിന്ന് നിലത്തേക്ക് വീഴാൻ പോയി. എന്താ കുട്ടി ഈ കാണിക്കുന്നത്? എഴുന്നേൽക്കണമെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ പോരെ? പ്രായമുള്ളൊരു നേഴ്സ് വന്നു അവളെ പിടിച്ചു. പിടിച്ചില്ലായിരുന്നെങ്കിൽ നിലത്തേക്ക് തലയടിച്ച് മറിഞ്ഞു വീണേനെ. നേഴ്സിൻ്റെ പിറകിൽ തന്നെ ലിസി അവളെ പിടിക്കാൻ ഓടിയെത്തിയിരുന്നു. ആ ഓട്ടത്തിൽ കയ്യിലുള്ള കഞ്ഞി പാതിയും താഴെ പോയി. ലിസി ഓടി അവളുടെ തോളിൽ പിടിച്ചു. കൊച്ചേ, ലിസി വിളിച്ചെങ്കിലും അവളുടെ നോട്ടം ത്രേസ്യയിലേക്കായിരുന്നു. അവിടെ അത്രയൊക്കെ ബഹളം നടന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കഞ്ഞി കുടിക്കുന്ന അമ്മച്ചിയുടെ സ്വഭാവം അവൾക്ക് തീർത്തും അപരിചിതമായിരുന്നു. ലിസിയും ത്രേസ്യയുടെ പെരുമാറ്റത്തിൽ ഒന്ന് ഞെട്ടി.
അവൾ മീച്ചുകൊണ്ട് കുഞ്ഞുമോളെ നോക്കി. അവളും കഞ്ഞി കോരി കുടിക്കുന്ന അമ്മച്ചിയെ നോക്കിയിരിക്കുകയാണ്. എന്തോന്ന് നോക്കി നിൽക്കുക? ആറു മുമ്പേ അത് മുഴുവൻ അങ്ങോട്ട് കുടിച്ചേ. നോക്കിയിരിക്കുന്ന കുഞ്ഞുമോളോട് ത്രേസ്യ ഒച്ചയിട്ടപ്പോൾ ആ ശബ്ദത്തിൽ ലിസിയും ഞെട്ടിച്ചാടി. ആ പേടിയോടെ നോക്കിക്കൊണ്ട് തന്നെയാണ് ലിസി താഴെ തൂവിയ കഞ്ഞി തുടക്കാൻ പോയത്. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ നയന വീണ്ടും ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്താ കൊച്ചേ, മൂത്രം ഒഴിക്കാൻ പോണോ? ലിസി ആ തുടപ്പ് തുണി കയ്യിൽ പിടിച്ചു അവളുടെ അടുത്തേക്ക് പോയി. അവൾ ഇല്ലെന്ന് തലയാട്ടി. അമ്മച്ചിയുടെ അടുത്തിരിക്കണം പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ചുണ്ടു കോട്ടി പറഞ്ഞു. എൻ്റെ കയ്യിൽ കഞ്ഞിയായിട്ടുണ്ട്. നിനക്ക് ഞാൻ അവിടെ തൂത്തിട്ട് കൈ കഴുകി നിന്നെ പിടിക്കാം. ലിസി തിടുക്കപ്പെട്ട് പാത്രവും കൊണ്ടുപോയി. അവൾ പരമാവധി ശ്രമിച്ച് എഴുന്നേറ്റിരുന്നു. നെറ്റിയിലെ മുറിവ് ഉണങ്ങി തുടങ്ങിയെങ്കിലും തോളിലെ പൊള്ളൽ ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുകയാണ്. ആ വേദന ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ബാക്കിയെല്ലാം അവൾക്ക് സഹിക്കാമായിരുന്നു. അവൾ ത്രേസ്യയുടെ കട്ടിലിൻ്റെ തലയ്ക്കൽ പിടിച്ചു നിന്നു. പതുക്കെ ത്രേസ്യയുടെ അരികിലിരുന്നു. ത്രേസ്യ കിടന്നിരുന്നു. അവരോട് ചേർന്ന് കുഞ്ഞുമോളും ഒന്ന് കണ്ണടച്ചിട്ടുണ്ട്. നിറമിഴികളോടെ അവളെ അമ്മച്ചിയെ നോക്കിയിരുന്നു. മാപ്പർഹിക്കാത്ത തെറ്റുകളാണ് താൻ ചെയ്തതെന്ന് ബോധ്യമുണ്ട്. എങ്കിലും അമ്മച്ചിയുടെ അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതൊരു വല്ലാത്ത ശ്വാസം മുട്ടലായി നെഞ്ചിൽ തങ്ങുന്നു. അമ്മച്ചി നിലവിളിച്ചുകൊണ്ട് നയന അവരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കുറേ നേരം വെറുതെ കണ്ണടച്ചു കിടന്നതായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ത്രേസ്യ ഉറക്കത്തിലേക്ക് വീണുപോയതാണ്. നയനയുടെ കരച്ചിൽ കേട്ടവർ ഞെട്ടലോടെ കണ്ണുമിഴിച്ചു നോക്കി. അവളുടെ കരച്ചിൽ കേട്ട് ലിസിയും ഓടിയെത്തിയിരുന്നു. അമ്മച്ചി, എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കല്ല, എനിക്ക് സഹിക്കില്ല അമ്മച്ചി. ത്രേസ്യ അവളുടെ തല പിടിച്ചു തള്ളി മാറ്റുമ്പോഴും നയന അവരുടെ നെഞ്ചിൽ അള്ളിപ്പിടിച്ച് കിടന്നു. അമ്മച്ചി, അവൾ ഉറക്കെ കരഞ്ഞു. എന്നെ ആ പേര് വിളിക്കരുത്. ഞാൻ നിൻ്റെ അമ്മച്ചിയല്ല. നീ എന്നെ അങ്ങനെ കാണുകയും വേണ്ട. ICUവിൽ ബോധമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യനെയോ എന്നെയോ നിൻ്റെ അപ്പനമ്മയായി കണ്ടിരുന്നെങ്കിൽ നീ ഈ ചതി ഞങ്ങളോട് ചെയ്യില്ലായിരുന്നു. എനിക്കിനി നിന്നെ കാണണ്ട. എൻ്റെ ദേഹത്തു നിന്ന് കൈയെടുക്കുന്നതിനാ. ത്രേസ്യ വെറുപ്പോടെ നോക്കി. പഠിക്കാൻ വേണ്ടി ദൂരേക്ക് പറഞ്ഞു വിട്ടിട്ട് എവിടെ നിന്നോ കണ്ടവനെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ നീ തുടങ്ങിയെങ്കിൽ ബാക്കി കൂടെ നീ നോക്കിക്കോ. ഇനി ഞങ്ങളൊന്നിനും പ്രതീക്ഷിക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് മുട്ടിക്കരുത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തണം. ഞങ്ങളെ നോക്കാൻ ഇനി അവളേ ഉള്ളൂ. പറഞ്ഞു തീർന്നതും ത്രേസ്യ വിതുമ്പിപ്പോയി. മുഖം പൊത്തി അവർ കുറേ കരഞ്ഞു. കുഞ്ഞുമോൾ ഉണർന്നു പോയിരുന്നു. അവൾ കരച്ചിലോടെ എഴുന്നേറ്റിരുന്നു. ത്രേസ്യയുടെ തോളിൽ മുഖം പൂഴ്ത്തി. നയന ഫലമായി ത്രേസ്യയുടെ കൈകൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ ആരെയും മറന്ന് ജീവിച്ചിട്ടില്ല അമ്മച്ചി. എല്ലാവരെയും ഓർത്തത് കൊണ്ടാണ് നയനയ്ക്ക് ഇങ്ങനൊരു വിവാഹം കഴിക്കേണ്ടി വന്നത്. കുഞ്ഞുമോൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ചെയ്യേണ്ടി വന്നു. നയന സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി ആരെയും ചതിച്ചിട്ടില്ല. സ്വന്തം കാര്യം നോക്കി പോയിട്ടുമില്ല. അവൾ കല്ലുപോലെ മരവിച്ചു നിന്നു. ആ കണ്ണിൽ പിന്നെ ഒരിറ്റിൻ കണ്ണുനീർ പൊഴിഞ്ഞില്ല. തുടരും. അപ്പോൾ ഇനി അമ്മച്ചി അവളെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അവളെ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ അർജുനിലേക്കുള്ള അവളുടെ ദൂരം കുറഞ്ഞു വന്നില്ലേ. പിന്നെ അവർ ഒന്നായി ജീവിക്കട്ടെ. അപ്പോൾ എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം. കാത്തിരിക്കണേ. താങ്ക് യു.